ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോപ്പുലേഷനും സാമ്പിളിനെയും ഒക്കെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോപ്പുലേഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ പോപ്പുലേഷൻ? നമ്മൾ ആ പോപ്പുലേഷൻ പറഞ്ഞ ഒരു ടേം കേൾക്കുമ്പോൾ നമുക്ക് എന്താ മൈൻഡിലേക്ക് വരിക? അധികം ആൾക്കാർക്കും ഓർമ്മ വരിക ഒരു കൺട്രിയിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ള അതാണ് പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ബട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ വേർഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് ഉള്ളത്. നമ്മൾ ഏതൊരു ടോപ്പിക്കിനെ പറ്റിയാണോ സ്റ്റഡി ചെയ്യുന്നത് അതിനാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. എ പോപ്പുലേഷൻ ഇൻക്ലൂഡ്സ് ഓൾ മെമ്പേഴ്സ് ഓഫ് എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ, നമ്മൾ മീൻ ഏജ് ഓഫ് വിമൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ പോപ്പുലേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള പ്രസൻ്റ്ലി ഉള്ള വിമൻസിൻ്റെ മാത്രം ഡാറ്റ യൂസ് ചെയ്തിട്ടല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനു മുമ്പ് ജീവിച്ച് പോയ വിമൻസിനെ പറ്റിയിട്ടും ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരെ പറ്റിയും ഇനി ഫ്യൂച്ചറിൽ ജീവിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ മീൻ ഏജ് ഓഫ് എ വിമൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ നമ്മളിപ്പോൾ പോപ്പുലേഷൻ ചെക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഒരു മീൻ ഏജ് ഓഫ് എ വിമൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് ജീവിച്ച ആൾക്കാരെ പറ്റി, ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരെ പറ്റിയും ഫ്യൂച്ചറിലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ നോക്കിയിട്ടാണ് മീൻ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ആൾക്കാരത്തും പോയിട്ട് കളക്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഫ്യൂച്ചറിൽ ജീവിക്കുന്ന വിമൻസിൻ്റെ കാര്യമൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇൻസ്റ്റെഡ് ഓഫ് ചൂസിങ് എ പോപ്പുലേഷൻ വി പ്രിഫർ അനദർ വൺ. പോപ്പുലേഷനെ ചൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? പോപ്പുലേഷനിൽ നിന്ന് തന്നെ ഒരു സബ്സെറ്റ് എടുക്കും. ആ സബ്സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പോപ്പുലേഷനിൽ നിന്നും എന്തൊക്കെ ടെസ്റ്റാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ഈ സാമ്പിളിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു വിമൻ്റെ മീൻ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പോപ്പുലേഷൻ പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൺട്രിയിലുള്ള ലിവിങ് പീപ്പിളല്ല. സ്റ്റാറ്റിസ്റ്റിക്കിൽ വേർഡ് പോപ്പുലേഷന് ഡിഫറെൻറ്റ് മീനിങ്സ് ആണുള്ളത്. എന്താണോ നമ്മളെ സ്റ്റഡി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, മീൻ ഏജ് ഓഫ് എ വിമൻ. അപ്പോൾ നമ്മളെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വിമനാണ്. ആ വിമൻ്റെ മീൻ ഏജ് കാണാൻ വേണ്ടി നമ്മൾ ഇതിനു മുമ്പ് ജീവിച്ച ആൾക്കാരെ ഏജ് നോക്കണം, ഇപ്പോൾ ഉള്ള ആൾക്കാരെ ഏജ് നോക്കണം, ഫ്യൂച്ചറിൽ എത്ര ആൾക്കാർ ജീവിക്കുന്നുള്ളത് നോക്കണം. അങ്ങനെയാണ് നമ്മൾ മീൻ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയും മീൻ ഏജ് കാണാൻ വേണ്ടി എല്ലാ ആൾക്കാരുടെ അടുത്തും പോയി ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യും. ആ സബ്സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുക. ഈ സാമ്പിളിലാണ് നമ്മൾ പോപ്പുലേഷനിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ ടെസ്റ്റും ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മീൻ ഏജ് ഓഫ് എ വിമൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് അരുൺ ഇസ് കളക്ടിങ് ഡാറ്റ ടു നോ ദ മീൽ പ്രിഫറൻസ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിൽ ഉള്ള സ്റ്റുഡൻസിൻ്റെ മീൽ പ്രിഫറൻസ് ആണ് ഒരാൾ കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോപ്പുലേഷൻ എന്താണ്? പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും ആയിരിക്കും അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലം ഉണ്ടാവും. ഒരു സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും പോയി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യുക. അതെങ്ങനെ? സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യും. ആ സ്കൂളിൽ നിന്നും കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് എടുക്കും. എന്നിട്ട് അവരിൽ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ പറയുക? അരുണിന് കളക്ട് ചെയ്യേണ്ടത് മീൽ പ്രിഫറൻസ് ആയിരുന്നു. സ്റ്റുഡൻസിൻ്റെ ഒരു സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ മീൽ പ്രിഫറൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അരുൺ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ സ്കൂളാണ് പോപ്പുലേഷൻ. ആ സ്കൂളിൽ നിന്നും കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തു, ആ ആൾക്കാരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്തു. അങ്ങനെയാണ് അരുൺ ഡാറ്റ കളക്ട് ചെയ്തത്. നെക്സ്റ്റ്
നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഡാറ്റ കളക്ട് ചെയ്ത് സാമ്പിൾ യൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തത്. അപ്പോൾ എന്താ സാമ്പിൾ എന്ന് നോക്കാം. വാട്ട് ഈസ് എ സാമ്പിൾ? സാമ്പിൾ കണ്ടെയ്ൻസ് എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. ദ സൈസ് ഓഫ് ദ സാമ്പിൾ ഈസ് ഓൾവേസ് less than the size of the population. A sample is the unit of the data who actually participate in the study. എന്താണ് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമാണ്. സാമ്പിളുടെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും പോപ്പുലേഷൻ സൈസിനേക്കാളും കുറവായിരിക്കും. അത് നമുക്കറിയാലോ. പോപ്പുലേഷനിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അതിൽ നിന്നും കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിനെടുക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസിനേക്കാളും കുറവായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പോപ്പുലേഷനും സാമ്പിൾ തമ്മിലൊന്ന് ജസ്റ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ അതൊന്ന് റീകോൾ ചെയ്യാം. എ മെഷറബിൾ ക്വാണ്ടിറ്റി. പോപ്പുലേഷൻ്റെ ഒരു മെഷറബിൾ ക്വാണ്ടിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് പാരാമീറ്റർ എന്നുള്ളത്. സാമ്പിളിൻ്റെ മെഷറബിൾ ക്വാളിറ്റീനെ നമ്മൾ പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് സെറ്റാണ്. മൊത്തം സെറ്റിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറയുമ്പോൾ ആ സെറ്റിൻ്റെ സബ് സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് കിട്ടുന്ന ഒപ്പീനിയൻസ് ഒക്കെ ട്രൂ ആയിരിക്കും. ബട്ട് സാമ്പിളിലാകുമ്പോൾ കുറച്ച് എറേഴ്സ് ഉണ്ടാകും. കാരണം നമ്മൾ പോപ്പുലേഷനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടാണ് നമ്മൾ ഫൈൻഡിങ്സിലെത്തുന്നത്. എന്നിട്ട് ആ ഫൈൻഡിങ്സാണ് നമ്മൾ മൊത്തം പോപ്പുലേഷന് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് എറർ അവിടെ എന്തായാലും വരും. കാരണം നമ്മൾ എല്ലാവരുടെ ഇൻഫർമേഷനും കളക്ട് ചെയ്യുന്നില്ല. ആ ഒരു എറർ എന്തായാലും സാമ്പിൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. പോപ്പുലേഷനിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് സ്പെസിഫൈഡ് ഗ്രൂപ്പ്. നമ്മളെ ഒബ്ജക്റ്റീവിൽ നമ്മളൊരു പോപ്പുലേഷൻ ഉണ്ടാവില്ല. ആ പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനെ പറ്റിയിട്ടും എല്ലാ മെമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ് പോപ്പുലേഷനിൽ. പക്ഷേ സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് എൻ്റയർ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളൂ. ബട്ട് എല്ലാവരും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ ക്വാളിറ്റി, മെഷർ ഓഫ് ക്വാളിറ്റി, പോപ്പുലേഷൻ്റെ മെഷർ ഓഫ് ക്വാളിറ്റീനെ നമുക്ക് പാരാമീറ്റർ എന്ന് വിളിക്കാം. സാമ്പിളിൻ്റെ മെഷറബിൾ ക്വാളിറ്റി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കാം. പോപ്പുലേഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സെറ്റാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ സ്പെസിഫൈഡ് ഗ്രൂപ്പ്. സാമ്പിൾ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ പോപ്പുലേഷനാണ്. ഇറ്റ് ഒൺലി റെപ്രസെൻറ്റ്സ് ദ എൻ്റയർ പോപ്പുലേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു പോപ്പുലേഷനിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്സൊക്കെ ട്രൂ ആണ്. സാമ്പിളിനാവുമ്പോൾ സർട്ടൻ എറേഴ്സ് ഉണ്ടാവും. സാമ്പിളിങ് എറേഴ്സ് എന്നാണ് നമ്മൾ ആ എറേഴ്സിനെ പറയാമെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം വൈ ടു യൂസ് എ സാമ്പിൾ ആൻഡ് നോട്ട് ടു എൻ്റയർ പോപ്പുലേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ചൂസ് ചെയ്യാതെ സാമ്പിളിൽ നിന്നും ചൂസ് ചെയ്തതെന്നുള്ള കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ദി പോപ്പുലേഷൻ ഇസ് ടു ലാർജ് ഇൻ മോസ്റ്റ് കേസസ് ആൻഡ് കനോട്ട് ബി ടെസ്റ്റഡ്. അത് നമ്മൾ പറഞ്ഞു. പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഭയങ്കര ലാർജ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ ടു ടെസ്റ്റ് ഓൾ ദി മെൻ ഇൻ ദ വേൾഡ് ടു ഫൈൻഡ് ദ മീൻ ഹൈറ്റ് ഓഫ് മെയിൽ പോപ്പുലേഷൻ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്. മെയിൽ പോപ്പുലേഷൻ്റെ മീൻ ഹൈറ്റാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അത് വേൾഡിലുള്ളത്. അതെന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. വേൾഡിലുള്ള മെന്നിൻ്റെ മീൻ ഹൈറ്റാണ് നമ്മൾ നോക്കുന്നത്. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് നമുക്ക് പോപ്പുലേഷനേക്കാളും സ്യൂട്ടബിൾ ആയിട്ട് ഉള്ളത് സാമ്പിൾ മെത്തേഡാണ്. സെക്കൻഡ് വൺ, ദാറ്റ് പോപ്പുലേഷൻ ഈസ് ഹൈപ്പോത്തറ്റിക്കൽ. ഫോർ എക്സാമ്പിൾ, വി ഡു നോട്ട് നോ ദ ഹൈറ്റ് ഓഫ് ദി മെൻ ഹൂ വിൽ ലിവ് ഇൻ ദി ഫ്യൂച്ചർ. ദ പോപ്പുലേഷൻ ഈസ് ഹൈപ്പോത്തറ്റിക്കൽ. എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ എന്ന് വെച്ചാൽ? എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾസ് എടുത്ത് പിന്നെയും റിപ്പോർട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയൊക്കെ പിന്നെയും ചെയ്ത് കാൽക്കുലേഷൻസ് പിന്നെയും ചെയ്ത് നമ്മളൊരു ഫൈൻഡിങ്സിലെത്തും. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചറിലുള്ള മെന്നിൻ്റെ മീൻ ഹൈറ്റ് എന്നുള്ളത് പോസിബിൾ അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സർട്ടൻ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ അസംഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും നമ്മൾ ഫൈൻഡിങ്സിൽ നിന്നും നമ്മൾ ഒരു ഫൈൻഡിങ്ങിൽ എത്താണ് ചെയ്യുന്നത്. തേർഡ് വൺ, ദ പോപ്പുലേഷൻ ഇസ് നോട്ട് ആക്സസിബിൾ ഇൻ സം കേസസ്.
For example, there are certain tribes in the African jungles that are still not known to the world and hence they are not accessible. ചില പോപ്പുലേഷൻ ആക്സസിബിൾ അല്ല എന്നാണ് പറയുന്നത് ചില കേസസിൽ. അതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ആഫ്രിക്കൻ ജംഗിൾസിലേക്ക് സർട്ടൻ ട്രൈബ്സ് ഉണ്ട്. അത് ഇപ്പോഴും ഉള്ളത് വരെ വേൾഡിൽ ആർക്കും അത്ര അറിയില്ല എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അവരെന്ന് പറയുന്നത് നമുക്ക് ആക്സസിബിൾ അല്ല. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്സസിബിൾ അല്ല. അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്താണ് സ്യൂട്ടബിൾ? സാമ്പിൾ മെത്തേഡാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞത് വേൾഡിലുള്ള മെന്നിൻ്റെ മീൻ ഹൈറ്റ് ചെക്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് എന്താണ് ഫസ്റ്റ് വൺ പോപ്പുലേഷൻ ലാർജ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പോപ്പുലേഷനിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യും. പിന്നെ ഫ്യൂച്ചറിലുള്ള മെന്നിൻ്റെ ഹൈറ്റ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, ചില പോപ്പുലേഷൻ ആക്സസിബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ സാമ്പിൾസാണ് പ്രിഫർ ചെയ്യുക എന്നുള്ളത്. For this reason, measurements are made on the subset of the population. If the samples are drawn effectively, the result obtained are the accurate as they would be the measurements were made on the entire population. എന്താ പറയുക, ഈ 3 റീസൺസ്, ഈ ഫോളോയിങ് റീസൺസ് കാരണം നമുക്ക് എന്ത് പറയാം, സബ്സെറ്റിൽ ഇതുകൊണ്ടാണ് നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സബ്സെറ്റ് എടുത്തിട്ട് മെഷർമെൻറ്റ്സ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ഈ എടുക്കുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് സാമ്പിൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും അക്യുറേറ്റ് ആയിരിക്കും. നമുക്ക് എൻ്റയർ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് എന്ത് റിസൾട്ടാണോ കിട്ടുക അതേ റിസൾട്ട് തന്നെ ആയിരിക്കും സാമ്പിൾ എടുക്കുമ്പോഴും നമുക്ക് കിട്ടുക. ആ സാമ്പിൾ ചൂസ് ചെയ്യുന്നതിലാണ് അപ്പം മെയിൻ കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സെൻസസും സാമ്പിളും എന്താണെന്ന് നോക്കാം. Census and sampling are two methods of collecting survey data about the population that are used by many countries. Census refers to the quantitative research method in which all the members of the population are enumerated. On the other hand, the sampling is widely used method in statistical testing, wherein a data set is selected from a large population which represents the entire group. എന്താണ് പറഞ്ഞത്, സെൻസസും സാമ്പിളിങ്ങും എന്നും പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 2 മെത്തേഡ്സാണ്. അതിൽ ഫസ്റ്റ് വൺ സെൻസസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പോപ്പുലേഷനിൽ നിന്നുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയാം. സാമ്പിളിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പോപ്പുലേഷനിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് എടുക്കല്ലോ, സാമ്പിൾ എടുക്കല്ലോ. ആ സാമ്പിളിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് സാമ്പിളിംഗ് എന്ന് പറയാം. Census implies complete enumeration of the study object, whereas sampling cannot enumeration of the subgroup of the elements chosen for participation. നമ്മൾ പറഞ്ഞല്ലോ, സെൻസസ് എന്ന് വെച്ചാൽ നമ്മൾ പോപ്പുലേഷനിൽ നിന്നുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും എടുക്കുന്ന ഡാറ്റയാണ് സെൻസസിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡാണെന്ന് പറയാം. സാമ്പിളിങ്ങിൽ പക്ഷേ അങ്ങനെയല്ല, നമ്മൾ സാമ്പിൾ എടുത്ത് അതിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഈ 2 മെത്തേഡ്സും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ കറക്റ്റ് രീതിയിലാണ് സാമ്പിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റയർ പോപ്പുലേഷനിൽ കിട്ടുന്ന സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സാമ്പിളും സെൻസസും തമ്മിലൊന്ന് ജസ്റ്റ് നോക്കാം. സാമ്പിൾ, only few units of the population is studied. നമ്മൾ സാമ്പിൾ ഒരു കുറച്ച് യൂണിറ്റ്സ് മാത്രമാണ് എടുക്കുന്നത്. നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് യൂണിറ്റ്സ് മാത്രമാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോപ്പുലേഷൻ ലാർജ് ആകുമ്പോൾ നമുക്ക് മൊത്തം ഡാറ്റ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ് എടുക്കുക. പിന്നെ അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഇഫ് പോപ്പുലേഷൻ ഇസ് ഹോമോജീനിയസ്. പോപ്പുലേഷൻ ഹോമോജീനിയസ് ആണ്, ഈ എല്ലാം ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോപ്പുലേഷൻ ആവണം, എന്നാലേ സാമ്പിളിങ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് ആയി ഡിവൈഡ് ചെയ്യണം, എന്നിട്ടാണ് പിന്നെ നമ്മൾ സാമ്പിളിങ് മെത്തേഡ് ചൂസ് ചെയ്യാം. അടുത്ത പോയിന്റ്, ദർ ഈസ് മാർജിൻ ഫോർ എറർ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്നതിന് പകരം
നമ്മൾ സാമ്പിളിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ കുറച്ച് എറേഴ്സ് ഉണ്ടാവും, എന്തായാലും എറേഴ്സ് ഉണ്ടാവും. ആ എറേഴ്സിനാണ് നമ്മൾ സാമ്പിളിങ് എറേഴ്സ് എന്ന് പറയാം. അത് സാമ്പിളിങ് മെത്തേഡിൽ ഉണ്ടാവും. നെക്സ്റ്റ് പോയിന്റ്, ടേക്ക് ലെസ് ടൈം, മാൻ പവർ ആൻഡ് മണി. നമ്മൾ സാമ്പിൾ മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലെസ് ടൈം മതി, ലെസ് കോസ്റ്റ് ആയിരിക്കും, പിന്നെ മാൻ പവറും അധികം വേണ്ട. പോപ്പുലേഷൻ ആകുമ്പോൾ അത്രത്തോളം എന്യൂമറേറ്റേഴ്സ് നമുക്ക് വേണം, സാമ്പിളിംഗ് ആകുമ്പോൾ അത് വേണ്ട. ലാസ്റ്റ് പോയിന്റ്, ദിസ് ഇസ് സ്മോളർ ഇൻ പ്രപ്പോർഷൻ. അത് നമ്മൾ പറഞ്ഞത് ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസിനേക്കാളും എന്തായാലും കുറവായിരിക്കും. അടുത്ത് നമുക്ക് സെൻസസ് നോക്കാം. സെൻസസ്, ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ സ്റ്റഡി. നമ്മൾ പറഞ്ഞു പോപ്പുലേഷനിൽ എന്താണോ നമ്മുടെ പോപ്പുലേഷൻ, അതിൽ നിന്നും എല്ലാ യൂണിറ്റിൽ നിന്നും നമ്മൾ ഡാറ്റ എടുക്കും. ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഹെട്രോജീനിയസ്. പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആവുന്ന കേസിലാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ്. എന്തായാലും നമ്മളൊരു പോപ്പുലേഷനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ആ പോപ്പുലേഷനിലുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കും എന്തായാലും, അതാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ്, ടേക്ക് മോർ ടൈം, മാൻ പവർ ആൻഡ് മണി. ഉറപ്പാണ് നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും പോയി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ടൈം കൺസ്യൂമിങ് ആയിരിക്കും, കോസ്റ്റ് അധികമായിരിക്കും, അതിനനുസരിച്ചുള്ള മാൻ പവറും വേണം. ഈ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള എന്യൂമറേറ്റേഴ്സ് അത്രയും കൂടുതൽ വേണം, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സെൻസസിൽ. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ദിസ് ഇസ് മച്ച് ബിഗർ ഇൻ പ്രപ്പോർഷൻ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് എന്തായാലും സാമ്പിൾ സൈസിനേക്കാളും ലാർജ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറഞ്ഞത്, സാമ്പിളും പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞത്. പോപ്പുലേഷൻ പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൺട്രിയിലുള്ള ലിവിങ് ബീങ്സിനെയല്ല ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്. നമ്മൾ ഓരോ സ്റ്റഡിക്ക് അനുസരിച്ചിട്ട് ആ മീനിങ്സ് ഒക്കെ മാറും. പോപ്പുലേഷൻ പറയുന്നത് ചിലപ്പോൾ ഒബ്ജക്റ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ ആവാം, എന്ത് വേണമെങ്കിലും ആവാം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ 2 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് എക്സാമ്പിൾ മീൻ ഏജ് ഓഫ് വിമനേനും. അപ്പോൾ മീൻ ഏജ് ഓഫ് വിമൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾറെഡി ജീവിച്ച വിമൻസിൻ്റെ ഏജ് വേണം, ഇപ്പോൾ ജീവിക്കുന്ന വിമൻസിൻ്റെ ഏജ് വേണം, ഫ്യൂച്ചറിലുള്ള ആൾക്കാരെ ഏജ് വേണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോസിബിൾ അല്ല, എല്ലാ ആൾക്കാരെ ഏജ് ഒക്കെ നമുക്ക് കിട്ടാന്നുള്ളത് പോസിബിൾ അല്ല, പ്രത്യേകിച്ച് വിമൻ ഹു ലിവ് ഇൻ ഫ്യൂച്ചർ. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വേറെ ഒരു മെത്തേഡിലേക്ക് മാറും, അതാണ് സാമ്പിൾ. ഈ പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് എടുക്കും, അതിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും, അതാണ് സാമ്പിൾ. എന്നിട്ട് ആ സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് റിസൾട്ടാണോ കിട്ടുന്നത് അതാണ് നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പറയാം. അങ്ങനെയാണ് നമ്മൾ മീൻ ഏജ് ഓഫ് വിമൻ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മീൽ പ്രിഫറൻസ് ഓഫ് എ സ്റ്റുഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ മീൽ പ്രിഫറൻസ് ഓഫ് എ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ സ്കൂളാണ് പോപ്പുലേഷൻ. ആ സ്കൂളിലും എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും പോയി മീൽ പ്രിഫറൻസ് ചോദിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡിലേക്ക് പോകും, അതാണ് സാമ്പിൾ. പിന്നെ നമ്മൾ പറഞ്ഞ സാമ്പിൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സാമ്പിൾ കണ്ടെയ്ൻസ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിനാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുക. സാമ്പിൾ സൈസ് എന്ന് പറയുക എപ്പോഴും പോപ്പുലേഷനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും. പിന്നെ നമ്മൾ അത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ നോക്കി. മെഷറബിൾ ക്വാളിറ്റി, പോപ്പുലേഷൻ്റെ മെഷറബിൾ ക്വാളിറ്റി എന്ന് പറയുന്നത് പാരാമീറ്ററാണ്. സാമ്പിളിൻ്റെ മെഷറബിൾ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കാണ്. പോപ്പുലേഷനിൽ നമ്മൾ കംപ്ലീറ്റ് ഇൻഫർമേഷനാണ് നടത്തുക, എല്ലാ ആൾക്കാരിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. സാമ്പിൾ എന്ന് പറയുമ്പോൾ സബ്സെറ്റാണ്, അപ്പോൾ സാമ്പിളിൽ നിന്നും നമുക്ക് എല്ലാ ആൾക്കാരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എറർ ഉണ്ടാവും. ആ എററിനാണ് നമ്മൾ സാമ്പിളിങ് എറർ എന്ന് പറയാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, നമ്മൾ എന്തുകൊണ്ടാണ് സാമ്പിൾ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പോപ്പുലേഷൻ ടു ലാർജ് ആകുമ്പോൾ നമുക്ക് പോസിബിൾ അല്ല ഡാറ്റ കളക്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ ഹൈപ്പോത്തറ്റിക്കൽ ആകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാ പോപ്പുലേഷനും ആക്സസിബിൾ അല്ല. ഈ റീസൺസ് ഒക്കെ കാരണം നമ്മൾ സബ്സെറ്റാണ് എടുക്കുക, പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റ് എടുത്തിട്ടാണ് ഡാറ്റയിലേക്ക് ഒരു ഇൻഫറൻസിലേക്ക് എത്താനുള്ളത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ സെൻസസും സാമ്പിളിങ്ങും തമ്മിലുള്ളത് എന്താണെന്ന് നോക്കി. സെൻസസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇൻയൂമറേഷനാണ്. സാമ്പിളിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആ സാമ്പിളിൽ നിന്ന് മാത്രമാണ് ഡാറ്റ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പോപ്പുലേഷനിൽ നിന്ന് മൊത്തം ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ഇൻയൂമറേഷൻ അല്ലെങ്കിൽ സെൻസസ് എന്ന് പറയുക.
സാമ്പിളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയാം. പിന്നെ നമ്മൾ സാമ്പിളും സെൻസസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കിയത്. പറഞ്ഞു പോപ്പുലേഷൻ ടു ലാർജ് ആകുമ്പോൾ ഹോമോജീനിയസ് സാമ്പിളാണ് നമുക്ക് സാമ്പിൾ സ്യൂട്ടബിൾ ആവുക. ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ആകുമ്പോൾ നമ്മൾ സെൻസസ് ആണ് നോക്കുക. പിന്നെ മാർജിൻ ഓഫ് എറർ കൂടുതലായിരിക്കും സാമ്പിളിൽ. സെൻസസിലാവുമ്പോൾ ഡാറ്റ എന്ന് പറയുന്നതൊക്കെ എക്യുറേറ്റ് ആയിരിക്കും, നമ്മളെ റിസൾട്ട് എക്യുറേറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സാമ്പിൾ, പിന്നെ നമ്മൾ പോപ്പുലേഷൻ ഡിസ്കസ് ചെയ്തു, പിന്നെ സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് മെത്തേഡും ഡിസ്കസ് ചെയ്തു.